എത്ര എക്സ്പെൻസ് ആയാലും 40% 50% അത്രേ ഉള്ളൂ പാസ് റേറ്റ്. പിന്നെ ഏറ്റവും അടിപൊളി ടിപ്പ് എന്ന് വെച്ചാൽ മൊത്തം കറങ്ങാം. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് ഞങ്ങൾ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, ഒരു ജർമ്മൻ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് എങ്ങനെ എടുക്കാന്നുള്ള വീഡിയോ ആണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് ഇത് ശ്രീരാജ് ഷാജിയാണ്. ശ്രീരാജ് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് റീസെന്റ് ആയിട്ട് എടുത്ത ഒരാളാണ്. ശ്രീരാജ് ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഓൾമോസ്റ്റ് കഴിയാറായി കോഴ്സ്. ആ ടൈമിലാണ് ഇത് എടുത്തത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് എടുക്കാൻ ഒരു മോട്ടിവേഷൻ വന്നത്? മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ജോബ് മിക്കതും ഒരു സൈറ്റ് ഓറിയന്റഡ് ജോബായിരിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ്. ഒട്ടുമിക്ക ഇപ്പോൾ IT ജോബ്സ് ഒക്കെ ഒന്നും ആവശ്യമില്ല, ബട്ട് ഒട്ടുമിക്ക ബാക്കിയുള്ള മിക്ക ജോബ്സിനും ആവശ്യമാണ്. പിന്നെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഒരു പ്ലസ് പോയിന്റുമാണ്. പിന്നെ നമുക്ക് ജർമ്മനി ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് യൂറോപ്പ് മൊത്തം കറങ്ങാം. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അപ്പൊ ഈ ലൈസൻസിന്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? എത്ര ടൈം എടുത്തു ലൈസൻസ് ആദ്യം തൊട്ട് അവസാനം വരെ ഉള്ള ഇത്? ശരിക്കും എനിക്ക് തോന്നുന്നു ഓരോ സ്റ്റേറ്റും അനുസരിച്ച് മാറും. ജർമ്മനിയില ചില സ്ഥലത്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടൈം എടുക്കും അവർ ടെർമിൻ കിട്ടാനും. അതിനൊക്കെ ഓരോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലൈസൻസ് എടുക്കാനായിട്ട് ഈസി ആണോ അല്ലെങ്കിൽ ടഫ് ആണോ? ആക്ച്വലി ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടഫാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു പാസ് റേറ്റ് ആയാലും ലൈസൻസിന്റെ പാസ് റേറ്റ് ആയാലും 40% 50% അത്രയേ ഉള്ളൂ പാസ് റേറ്റ്. അപ്പോൾ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഇവിടെ തന്നെ ലൈസൻസിന്റെ പ്രാക്ടിക്കൽ എക്സാം തന്നെ നിയർലി 1 hour ടെസ്റ്റ് ഉണ്ട്. സോ ഒരു മിക്ക ടാസ്കുകളും തരും നമുക്ക് റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫീൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെയാണ് ശ്രീരാജ് ഇത് പാസ്സായത്. ഇപ്പൊ നമ്മള് ഒരു അറ്റംപ്റ്റിൽ നമുക്ക് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ അത് എന്ത് ചെയ്യണ്ടേ? നമ്മള് ഒരു അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് വീണ്ടും ഒരു നിയർലി 300-200 യൂറോ എക്സ്ട്രാ വീണ്ടും കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ലൈസൻസ് എടുക്കാനായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ എത്ര എക്സ്പെൻസ് ആയിരുന്നു? എനിക്കിപ്പോ നാട്ടിൽ ഓൾറെഡി ഇന്ത്യൻ ലൈസൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. എന്നാൽ ഇന്ത്യൻ ലൈസൻസ് ഇവിടെ കൺവേർട്ട് ചെയ്യാണ്. അതുകൊണ്ട് എനിക്കൊരു 1500-1600 യൂറോക്കിൽ നിന്ന് സപ്പോസ് ഇപ്പൊ ഒരു ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ് ഇല്ലെങ്കിൽ അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 3000, 3500, 4000 വരെ അത് പോകും. കാരണം ഇന്ത്യൻ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നാൽ ഇനി അവർക്ക് സ്പെഷ്യൽ ക്ലാസ് കയറണം, സ്പെഷ്യൽ ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. സോ അതൊരു കൂടുതൽ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ കൂടുതൽ പൈസയും പോയി. സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും നാട്ടിൽ തന്നെ ഒരാളും ലൈസൻസ് എടുത്തിട്ട് വരാം. കാരണം അങ്ങനെ എടുത്തിട്ട് വന്ന 2 ലക്ഷം രൂപ വരെ സേവ് ചെയ്യാൻ പറ്റും. ലൈസൻസിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യണത് എങ്ങനെയാ? ഇവരുടെ സൈറ്റിൽ കയറിയാണോ? കാരണം ഇവരുടെ ഗവൺമെന്റ് ഇതിന്റെ സൈറ്റ് അങ്ങനെ എന്തെങ്കിലും ആണോ അപ്ലൈ ചെയ്യുന്നത്? ഇപ്പൊ ഓരോ സിറ്റിയും അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഞാൻ അപ്ലൈ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ നേരെ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി എൻക്വയറി ചെയ്തു. പിന്നെ അവർ കുറേ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് വേണമെന്ന് പറയും. ഈ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നമ്മൾ തന്നെ ഒപ്പിക്കണം. ഇതൊക്കെ ഒപ്പിച്ചിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ട് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് ഇവരാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്തത്. പക്ഷെ അത് ഓരോ ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂളും അനുസരിച്ച് ഡിഫർ ചെയ്യും. അതുപോലെ ഓരോ സിറ്റി അനുസരിച്ച് ഡിഫർ ചെയ്യും. ചില സിറ്റിയിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ ഓൾറെഡി ഹൗസ് ആൻഡ് ഹോഡ് അല്ലെങ്കിൽ റാറ്റ് ഹൗസിനൊക്കെ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകേണ്ടത്. അതുപോലെ ഓരോ സിറ്റി അനുസരിച്ച് ഡിഫർ ചെയ്യും പ്രൊസീജിയേഴ്സ്. പിന്നെ ഏറ്റവും അടിപൊളി ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി അന്വേഷിക്കുക. ജസ്റ്റ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അന്വേഷിച്ചിട്ട് അവിടെ പോയി തന്നെ ചേരാണ്ട് ഒരു 6-7 എണ്ണം പോയി അന്വേഷിക്കുക. കാരണം ഓരോ സ്ഥലത്തും ഓരോ റേറ്റ് ആയിരിക്കും. ഇപ്പോൾ സംഭവം പ്രാക്ടിക്കൽ ക്ലാസ്സിനൊക്കെ എനിക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിന് നിയർലി 1 hourന് 75 യൂറോ ആയി. അതിപ്പോൾ വേറെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് വേറെ ഡ്രൈവിംഗ് സ്കൂളുണ്ട്, അവിടെയൊക്കെ 100 യൂറോ ആയിരുന്നു 1 hourന്. സോ 25 യൂറോ വ്യത്യാസമുണ്ട്. നിയർലി നമുക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 6 hours പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ക്ലാസ് എങ്ങനെയാണ്? ഒരു ദിവസം എത്ര അവേഴ്സ് വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്? ഒരു ദിവസം പ്രാക്ടിക്കൽ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഡ്രൈവിംഗ് ഓടിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിലെ പോലെ അങ്ങനെ നാട്ടിൽ നമുക്ക് ഒരുപാട് ടൈം കിട്ടും ഡ്രൈവിംഗ് അങ്ങനെ ഓടിച്ച് പഠിക്കാൻ. പക്ഷെ ഇവിടെ വെറും 3 ദിവസം അല്ലേ? അങ്ങനെയല്ല. അതിപ്പോ നമ്മൾ പൈസ കൂടുതൽ കൊടുത്താണെങ്കിൽ നമ്മൾ കൂടുതൽ ഡ്രൈവിംഗ് ക്ലാസ് കിട്ടും. ആക്ച്വലി എനിക്ക് ഒരു 6 ഡ്രൈവിംഗ് ക്ലാസ് ആണ് അവർ പറഞ്ഞത്. പക്ഷെ എനിക്കൊരു 4 ഡ്രൈവിംഗ് ക്ലാസ്സിൽ നിർത്തി. അതുകൊണ്ട് എനിക്ക് നിയർലി ഒരു 300 യൂറോ അത്ര സേവ് ആയി. ശരിക്കും ഓരോ പെർ ഡേക്കാണ് കണക്ക്. എനിക്ക് പെർ ഡേ ഇപ്പൊ എനിക്കൊരു എൻ്റെ ഒരു ടൈം എന്ന് വെച്ചാൽ എനിക്കൊരു 1 ഡേക്ക് 150 യൂറോ അടുത്തായിരുന്നു എനിക്കൊരു പ്രാക്ടിക്കൽ ക്ലാസ്സിന് വേണ്ടി വന്നത്. ചില ഡ്രൈവിംഗ് സ്കൂളിലാണെങ്കിൽ അത് 200 യൂറോ ആവും. ഇപ്പം എൻ്റെ ആണെങ്കിൽ 150 യൂറോ ആയുള്ളൂ. അതിപ്പോൾ 4 ക്ലാസ് ആയതുകൊണ്ട് എനിക്ക് നിയർലി അത് 600 യൂറോ ആയുള്ളൂ.
പക്ഷേ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകാരും 6 ഡ്രൈവിംഗ് ക്ലാസ്സസ് എടുക്കും. ഈ 6 ഡ്രൈവിംഗ് ക്ലാസ്സിനും നിയർലി €900 അത്രയൊക്കെ വരും. അത് മിക്കയിടത്തും 6 ഡ്രൈവിംഗ് ക്ലാസ് തന്നെ ഉണ്ടാവും. സോ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൊസീജിയർ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണ്, നമുക്കിപ്പോൾ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം, ഞാൻ ആദ്യം എന്താ ചെയ്യണ്ടേ? സോ ഏറ്റവും ആദ്യം ചെയ്യണമെന്ന് വെച്ചാൽ നീ വീടിൻ്റെ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചോദിക്കാം. അവർ കംപ്ലീറ്റ് ഒരു ബ്രോഷർ വരും, എത്ര യൂറോ ആവും, ടോട്ടൽ എത്ര ചോദിക്കണം, എത്ര യൂറോ ആവും. ഏറ്റവും ആദ്യം അന്വേഷിക്കേണ്ട കാര്യം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഇൻസ്ട്രക്ടർ ഉണ്ടാകും ചോദിക്കണം. അത് ചോദിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് അവരെത്ര യൂറോ വേണം ചോദിക്കണം. ഈ ലൈസൻസ് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് വേണമെന്ന് നിർബന്ധമാണോ? അങ്ങനെയില്ല. കാരണം ഇവിടുത്തെ മിക്ക ഡ്രൈവിംഗ് സ്കൂളിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഇൻസ്ട്രക്ടർ ഉണ്ടാവും ജർമ്മനിയിൽ. എനിക്ക് തോന്നുന്നു ഞാൻ പോയ മിക്ക ജർമ്മൻ ഡ്രൈവിംഗ് സ്കൂളിലും ഒരു ഇംഗ്ലീഷ് ഇൻസ്ട്രക്ടർ ഉണ്ടായി. അപ്പൊ ഞാനപ്പോ ഒരു ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി അന്വേഷിച്ചു, ഇത്ര യൂറോ ആണ് സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്തൊരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നീ ഇപ്പൊ ഏറ്റവും കമ്പയർ ചെയ്തിട്ട് നിനക്ക് ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്ന ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ചേരാം. പിന്നെ പറയുമ്പം അപ്ലൈ ചെയ്യണോ, നമ്മള് ഏതെങ്കിലും സൈറ്റിൽ കയറി അങ്ങനെ എന്തെങ്കിലും അപ്ലൈ ചെയ്യണോ? ഇല്ല. ഇപ്പൊ എന്റെ ഡ്രൈവിംഗ് സ്കൂൾ എന്നോട് പറഞ്ഞത് ഐ ചെക്കപ്പ് ചെയ്യണം, അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ നാട്ടിലെ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർട്ട് ചെയ്യണവരാണെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അത് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ആ ഒരു പേപ്പർ വേണം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്, അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നമ്മൾ ഒരു ദിവസം അതിന് പിടിക്കും. നമ്മൾ ഫുൾ ഡേ ക്ലാസ് സ്പെൻഡ് ചെയ്തിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് ഒക്കെ നമുക്ക് ഈ ഡ്രൈവിംഗ് സ്കൂൾ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുമോ, അല്ലെങ്കിൽ നമ്മൾ വേറെ? ഇല്ല, അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പ്രൈവറ്റ് എവിടെയെങ്കിലും പോയി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത്, അതിനും അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് അത് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്ത് അവിടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതുകൊണ്ട് നമ്മൾ ഏത് ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അത് ഡയറക്റ്റ് നിങ്ങളുടെ റാറ്റ് ഹൗസിലേക്ക് അയക്കാൻ പറയുകയാണെങ്കിൽ അത് അങ്ങോട്ട് അയക്കുകയും അങ്ങനെ ചെയ്യേണ്ടി വരും. ഞാനിപ്പോ ഇതൊക്കെ ചെയ്തു, ഫസ്റ്റ് എയ്ഡ് അങ്ങനെയുള്ള ട്രാൻസ്ലേഷൻ അതൊക്കെ ചെയ്തു. അതിനൊക്കെ ഏകദേശം എത്രയാവും എക്സ്പെൻസ്? ഇപ്പൊ ട്രാൻസ്ലേഷൻ ചെയ്യണതിന് അത് ഓരോ ആൾക്കാരനുസരിച്ച് ഡിഫർ ചെയ്യും. ഇവിടെ ഒരു പൈസ പോലും നമ്മുടെ നാട്ടിലെ പോലെ കോൺസ്റ്റന്റ് നിരക്ക് അങ്ങനെയൊന്നും ഇല്ല. മെയിൻ ഇതെന്ന് പറഞ്ഞാല് നമ്മൾ അത്യാവശ്യം നല്ലപോലെ അന്വേഷിക്കണം. കാരണം ചിലയിടത്ത് കൂടുതലും ചിലയിടത്ത് കുറവും അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മൾ എവിടെ കുറവ് കിട്ടും എന്നുള്ളത് അന്വേഷിക്കണം. അതാണ് കറക്റ്റ് പോയിന്റ്. കാരണം പല സ്ഥലത്ത് ഇപ്പൊ ട്രാൻസ്ലേഷൻ ആയാലും ഫസ്റ്റ് എയ്ഡ് ആയാലും പല സ്ഥലത്ത് പല പൈസ ആവണത്. ഇപ്പൊ എന്റെ ഫ്രണ്ട് തന്നെ ട്രാൻസ്ലേഷൻ ചെയ്തത് €60 ഞാൻ ചെയ്തത് €25. അതിൽ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് നിയർലി 60-50 യൂറോ. പക്ഷെ ഞാൻ ഗൂഗിൾ ക്രോമിൽ കയറി ജസ്റ്റ് ചീപ്പസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ പോയിട്ട് ഒരു നിയർലി €35 ക്ലാസ്സിലാണ് ഞാൻ പോയി അറ്റൻഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതൊക്കെ ചെയ്തു. ഇനി നമ്മള് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? തേർഡ് സ്റ്റെപ്പ്. സോ ഇതൊക്കെ നമ്മളൊക്കെ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഏത് ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് റാറ്റ് ഹൗസിലോ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യാം. നമ്മുടെ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം, നമ്മുടെ ഒറിജിനൽ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. ഇന്ത്യൻ ലൈസൻസ് സബ്മിറ്റ് ചെയ്യണം. നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടാവില്ല. നമ്മൾ പരിവാഹനിലോ അല്ലെങ്കിൽ ഡിജി ലോക്കറിലോ നമ്മുടെ ലൈസൻസ് കാണിക്കേണ്ടി വരും. അപ്പൊ നമുക്ക് ഇപ്പൊ ജർമ്മൻ ലൈസൻസ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഇന്ത്യയിലൊക്കെ ഓടിക്കാൻ പറ്റില്ലേ? ഒബ്വിയസ്ലി നമുക്ക് നാട്ടിൽ പോകുമ്പോൾ എന്തായാലും നമ്മുടെ ലൈസൻസ് വെച്ച് അവിടെ ഓടിക്കാൻ പറ്റും. ഇനി നമ്മൾ റാറ്റ് ഹൗസിൽ നിന്ന് പേപ്പർ വരാൻ വെയിറ്റ് ചെയ്യും. അത് നല്ല ടൈം എടുക്കും. എനിക്കത് 2-2.5 മാസം എടുത്തായിരുന്നു. കാരണം ഞാൻ ജനുവരിയിൽ അപ്ലൈ ചെയ്തിട്ട് എനിക്കൊരു മാർച്ചൊക്കെ ആയപ്പോഴാണ് അതിന് റിപ്ലൈ വന്നേ. അപ്പൊ അതിനൊക്കെ ടൈം എടുക്കണേ. കാരണം ഇതിപ്പോ ഓരോ സ്ഥലം വെച്ച് ഡിഫർ ചെയ്തിരിക്കും ഭയങ്കര ടൈം. അപ്പൊ എനിക്കത് 2.5 മാസത്തിന് പേപ്പർ വന്നു. അതിന്റെ ഒരു ഇത്ര പൈസ അടക്കാൻ പറഞ്ഞു. ആദ്യം ഒരു €50 നിയർലി അടക്കാൻ പറഞ്ഞു. അത് അടച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പിന്നെ വേറെ ഓരോ പേപ്പർ വരും. അതിന് €100 അടക്കണം, €150 അടക്കണം. അപ്പൊ ഈ ജർമ്മൻ ലൈസൻസ് എടുക്കാൻ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇത് നമ്മൾ ഒറ്റയടിക്ക് വേണോ ഇതൊക്കെ അടക്കാനായിട്ട്, അല്ലെങ്കിൽ കുറേശ്ശെ അങ്ങനെ അടക്കാൻ പറ്റുമോ? ഇവിടുത്തെ ഒരു വേറെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇതാണ് ഒരു ഗുണം. അതായത് ഒറ്റയടിക്ക് അടക്കണ്ട, നമുക്ക് പല ടൈമിൽ അടക്കണത്. ഈ ഇൻസ്റ്റാൾമെന്റ് പോലെയല്ല. ആക്ച്വലി നമുക്ക് ഇതുപോലെ ഒരു പേപ്പർ ഈ റാറ്റ് ഹൗസിൽ നിന്നോ ലാൻഡർ സെന്റിൽ നിന്നൊക്കെ നമുക്ക് അയക്കും പൈസ അടക്കാൻ പറഞ്ഞു. അതിപ്പോൾ ഓരോ പോസ്റ്റ് ഒരു മൈലിൽ 50 അടക്കാനായിരിക്കും, ചിലപ്പോൾ 100 അടക്കാനായിരിക്കും, ചിലപ്പോൾ 400 അടക്കാനായിരിക്കും, ചിലപ്പോൾ 250 അടക്കാനായിരിക്കും. അങ്ങനെ ഓരോ സമയമായിട്ട് അടക്കേണ്ടത്. എനിക്കിപ്പോൾ 6 മാസം എടുത്തെന്ന് പറഞ്ഞു ലൈസൻസ് എടുക്കാൻ. ഈ 6 മാസത്തിൽ ഓരോ ഘട്ടമായിട്ടാണ് ഞാൻ പൈസ അടച്ചത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമ്മുടെ പൈസ എടുക്കാൻ മിക്കവാറും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് പാർട്ട് ടൈം കിട്ടി പൈസ സേവ് ചെയ്തിട്ട് അതിൽ നിന്ന് പയ്യെ എടുത്ത് അടച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അടുത്ത സ്റ്റെപ്പ്, ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? ലേണേഴ്സ് ടെസ്റ്റ്. ഇവിടെയും ഉണ്ട് ലേണേഴ്സ് ടെസ്റ്റ്. ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലേണേഴ്സ് ടെസ്റ്റിനുള്ള ഡേറ്റ് ബുക്ക് ചെയ്യണം. ഈ ഡേറ്റ് നമ്മൾ ഞാൻ ബുക്ക് ചെയ്ത ഡ്രൈവിംഗ് സ്കൂൾ വഴിയാണ്. അതിന് ഡേറ്റ് ബുക്ക് ചെയ്തു. അപ്പൊ നമ്മൾ കാരണം ഇവിടെ നല്ല അത്യാവശ്യം പഠിക്കാനുള്ള ലേണേഴ്സ് ടെസ്റ്റിന് നല്ല അത്യാവശ്യം 1200 ക്വസ്റ്റ്യൻ, നിയർലി 1200 ക്വസ്റ്റ്യൻ അത്ര ഉണ്ട് പഠിക്കാൻ. അത് കുറെ വീഡിയോ ആയാലും ഇമേജസ് ആയാലും പല ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ്. സിമുലേഷൻ വീഡിയോസും അങ്ങനെ പല വീഡിയോസ് ഉണ്ട്. സോ അത് ഡിഫിക്കൽട്ടായ ക്വസ്റ്റ്യൻസും ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പോൾ നിയർലി എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയൊക്കെ എടുക്കും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു തരാൻ വേണ്ടി.
അത് പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആപ്പിൻ്റെ ലിങ്കും. അപ്പോൾ ആ ആപ്പിൽ പോയിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങാവുന്നത് നിയർലി 10 euro ഉള്ള ആപ്പിൽ പഠിച്ചാൽ നമുക്ക് ലെസൺ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാം. കാരണം എല്ലാ ക്വസ്റ്റ്യനും പഠിച്ചാൽ നമുക്ക് എന്തായാലും പാസ്സാവും. കാരണം ഔട്ട് ഓഫ് സിലബസ് ഒന്നും ചോദിക്കില്ല നമ്മുടെ ഇവിടുത്തെ പോലെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി, ലേണേഴ്സ് ടെസ്റ്റ് ഞാൻ പാസ്സായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റ് നമ്മൾ ഈ ടെസ്റ്റ് പാസ്സായി എന്നുള്ള കാര്യം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി അറിയിക്കണം. ഡ്രൈവിംഗ് സ്കൂളുകാർ നമുക്ക് ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിനുള്ള അപ്പോയിൻമെൻറ്റ് തരും. പ്രാക്ടിക്കൽ ക്ലാസ്സിന് ചിലപ്പോൾ ഓരോ വീക്കിലായിരിക്കും ക്ലാസ്, ചിലപ്പോൾ 2 വീക്ക് കൂടുമ്പോഴേക്കും ക്ലാസ്. പക്ഷേ എനിക്കെന്തോ ഭാഗത്തിന് ഒറ്റ വീക്കിൽ എല്ലാം അടുപ്പിച്ച് കോൺസിക്യൂട്ടീവ് ഡേയ്സിലായിരുന്നു ക്ലാസ്. ശരിക്കും അതാണ് ഏറ്റവും നല്ലത്. അത് പറ്റുമോ നിങ്ങൾ ചോദിക്കണം. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച വീണ്ടും പഠിക്കുമ്പോൾ ടച്ച് വിട്ടുപോകും. കാരണം ഇവിടെ പുതിയ റോഡ് കണ്ടീഷനാണ്. നമ്മുടെ നാട്ടിൽ ഓടിച്ച പോലെയല്ല, ഇവിടെ എല്ലാ സിഗ്നൽസും എല്ലാ കാര്യവും വാച്ച് ചെയ്യണം. അത് നോക്കിയാലേ മാത്രമേ. മൾട്ടി ടാസ്കിംഗ് ആണ്. ഡ്രൈവിംഗ് അറിയാലോ നിങ്ങൾക്ക് എന്തായാലും. ഡ്രൈവിംഗ് അറിയണം. എനിക്ക് നല്ലോണം ഡ്രൈവിംഗ് അറിയാം. ഞാൻ നാട്ടിൽ നിയർലി 6 കൊല്ലം വണ്ടി ഓടിച്ചാണ്. വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടവുമാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റ് 2 ക്ലാസ്സസ് ഒക്കെ ഞാൻ ഇന്ന എല്ലാം വരച്ചിട്ടുണ്ട്. കാരണം ഭയങ്കര മൾട്ടി ടാസ്കിംഗ് ആണ്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ ബാക്ക് ഷോൾഡർ ബ്ലിക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കണം, മിറർ ചില സമയത്ത് നോക്കാൻ പാടില്ല, ചില സമയം നോക്കാൻ പാടില്ല, ചില സമയം നോക്കണം. അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എല്ലാ സയൻസും നോക്കണം. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. സോ അങ്ങനെ ഒരു ആദ്യം ഇതായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഡ്രൈവിംഗ് സ്കൂളായിട്ട് പറയാം. ഒരു വീക്കിൽ തന്നെ മാക്സിമം 6 ക്ലാസ് ആണെങ്കിൽ 6 ക്ലാസ് അങ്ങനെ അടുപ്പിച്ച് ആക്കാൻ പറ്റും നോക്കാം. സോ അപ്പോൾ ഈ പ്രാക്ടിക്കൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്ന് ഉറപ്പാവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനുള്ള ഇത് ടേമിംഗ് ബുക്ക് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഡേയിൽ ബുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവർ തരുന്ന പോലെ അവൈലബിൾ ഡേയിലാണ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന സെന്ററിന്റെ പേര് ടുഫ് എന്നാണ്. ഈ ടുഫിന് എന്നൊക്കെയാണ് ഡേറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്? അത് എല്ലായിടത്തും ടുഫ് എന്നുള്ള ഇതാണ് എനിക്ക് തോന്നുന്നു. ടുഫാണ് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഉള്ളതെന്ന് തോന്നുന്നു നടത്തുന്നത് എക്സാം. അപ്പോൾ ഇവർക്ക് എന്നാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ് നോക്കിയിട്ട് അത് ഡ്രൈവിംഗ് സ്കൂളാണ് ബുക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ടെർമിൻ ബുക്ക് ചെയ്യണത് എല്ലാം നമ്മളല്ല, എല്ലാം ഡ്രൈവിംഗ് സ്കൂളാണ് ചെയ്യണത്. അപ്പൊ നമ്മള് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അടുത്ത് പറയണം ഇന്ന ദിവസം നമുക്ക് ഓക്കെ ആണ്, അങ്ങനെ പറയണോ? അല്ല, അവർ എന്നോട് അവർ ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റ് ആണ് ഫ്രീ ആയിട്ടുള്ളത്, അപ്പൊ നിനക്ക് എന്താണ് ബെറ്റർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ കിട്ടിയത്. ഞാൻ ലൈസൻസിന് ലേണേഴ്സ് ഒക്കെ പാസ്സായി. ഇനി എന്റെ അടുത്ത സ്റ്റെപ്പ് എനിക്ക് ടേമിനും കിട്ടി. പ്രാക്ടിക്കൽ എക്സാമിന്റെ ടേമിനും കിട്ടി. എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുക, അത് കിട്ടി. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ ഓടിക്കലൊക്കെ അത്യാവശ്യം ഓക്കെ ആയിട്ട് ഓടിച്ച്. ഈ പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം വന്നിട്ട് നമ്മുടെ എക്സാം നടന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. വണ്ടിയിലെ ബേസിക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അത് കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ നമ്മൾ റോഡ് ടെസ്റ്റ് ചെയ്യിക്കുന്നത്. നമ്മുടെ റോഡിൽ നമ്മുടെ നാട്ടിലെ പോലെ എച്ചെടുക്കലോ ഇട്ടെടുക്കലോ അങ്ങനൊന്നും ഇല്ല. ഇവിടെ നേരെ നമ്മുടെ വണ്ടിയിൽ എക്സാമിനർ കയറും. എന്നിട്ട് നമ്മളെയും കൊണ്ട് വണ്ടി എടുക്കാൻ പറയും. വണ്ടി എടുത്തിട്ട് നമ്മൾ പുള്ളി പറഞ്ഞ വഴിയൊക്കെ ഓടിക്കുക. എന്നിട്ട് നിയർലി 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഓടിപ്പിച്ചിട്ട് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരും. എന്നിട്ട് നമ്മളോട് പറയും ജയിച്ചാന്നുള്ള കാര്യം എപ്പോഴാണ് നമ്മൾ പറയാം. റോട്ടിൽ കൂടി ഓടിപ്പിക്കൽ മാത്രമല്ല നമുക്ക് കുറെ ടാസ്ക് തരും. ചിലപ്പോൾ എമർജൻസി ബ്രേക്ക് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എമർജൻസി ബ്രേക്ക് ചെയ്യണം. പാർക്കിംഗ് കാണിക്കാൻ പറയും. റിവേഴ്സ് പാർക്കിംഗ്, ഫോർവേഡ് പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, അങ്ങനെ പല ടൈപ്പ് പാർക്കിംഗ്. പിന്നെ ഒബ്വിയസ്ലി എന്താ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ റോഡിൽ വണ്ടി ഇല്ലാത്ത സമയം നോക്കിയിട്ട് അതൊന്നും എനിക്കാണെങ്കിൽ ഞാൻ ഓടിച്ചതെന്ന് പറഞ്ഞാൽ 4 മണി 5 മണി ടൈമിലാണ്. അതാണ് പീക്ക് ട്രാഫിക് ടൈമാണ് ഇവിടെ. ആ ടൈമിലാണ് ഓടിച്ചത്. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കൂടുതൽ ബ്ലോക്ക് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അത്രയും സമയം നമ്മുടെ പോയി കിട്ടും. നമുക്ക് വേഗം ടെസ്റ്റ് കഴിയുക. എത്ര ടൈമാണ് ഈ ടെസ്റ്റ് ഉള്ളത്? അതിപ്പോ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങളുടെ ഇൻസ്ട്രക്ടറിന്റെ മൂഡ് പോലെ ഇരിക്കും. ഇപ്പൊ എന്റെ ഇൻസ്ട്രക്ടർ ചില്ല് മനുഷ്യനായിരുന്നു, ചെറുപ്പക്കാരനായിരുന്നു. അതുകൊണ്ട് പുള്ളി അരമണിക്കൂറിൽ പരിപാടി കഴിച്ചു. ചിലവർക്കാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും. അങ്ങനെ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മളെടുത്ത് അന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മള് ഫെയിലായോ. അപ്പൊ തന്നെ എക്സാം കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ നമ്മളോട് പറയും ഫെയിൽ ആണോ പാസ് ആണോ. അപ്പൊ അന്ന് തന്നെ നമുക്ക് ലൈസൻസ് മേടിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ലൈസൻസ് മൊത്തത്തിലൊരു ഓവർവ്യൂ ഇങ്ങനെയാണ്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ എക്സാം എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്, അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം അല്ലെ? വേറെ എക്സ്ട്രാ എന്താ പറയാനുള്ള? പ്രാക്ടിക്കലിൽ എങ്ങനെയായിരിക്കും, അതുപോലെ അതൊക്കെ കൂടുതൽ പറയാനുണ്ട്. അതുകൊണ്ട് വേറെ വീഡിയോയിൽ നമുക്ക് പറയാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും നല്ല ഡ്രൈവിംഗ് സ്കൂളൊക്കെ സെലക്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. നമ്മളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ എന്നാലാണ് നമുക്ക് സിമ്പിളായിട്ട് പാസ്സാകാൻ പറ്റുള്ളൂ. ഇംഗ്ലീഷ് സ്പീക്കിംഗ് അയക്കണം. അത് പ്രത്യേകം ചോദിക്കണം ഡ്രൈവിംഗ് സ്കൂളിൽ ചെല്ലുമ്പോൾ. ചിലപ്പോൾ ചില ഡ്രൈവിംഗ് സ്കൂളിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പെട്ടുപോകും. പിന്നെ അവർ നമ്മൾ മുറി ജർമ്മനിലും മുറി ഇംഗ്ലീഷിലൊക്കെ പഠിപ്പിച്ച് തന്നെ. അപ്പോൾ നമുക്കൊന്നും മനസ്സിലാവുമ്പോൾ അവസാനം എക്സാമിന് നമ്മൾ കൊണ്ടുപോയി എല്ലായിടത്തും വണ്ടിയൊക്കെ കൊണ്ടുപോയി കയറ്റി പാസ്സായി ഫെയിലായി അങ്ങനെയൊക്കെ ആകെ പോകും.
കേട്ടാ മന്നത്തിയാണ് മന്നത്തി. ഓക്കെ, അപ്പോൾ ഒരു ജർമ്മൻ ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് മാത്രമാണ് ഇതുകൊണ്ടുള്ളത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് നമ്മുടെ പാർട്ട് ടൈം എന്നൊക്കെ സേവ് ചെയ്തിട്ട് ഇപ്പൊ നീ ഫുള്ള് ഞാൻ ഇയർലി ഇപ്പൊ ഒരു 1 ഇയർ സേവ് ചെയ്തൊരു പൈസയാണ്. അത് ഓരോരോ ഘട്ടം ഘട്ടമായതുകൊണ്ട് പിന്നെ ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയുന്നത് വെച്ചാല് ഇപ്പൊ നിങ്ങക്ക് പലയിടത്തും പാർട്ട് ടൈമിലെ പേ എന്ന് പറഞ്ഞത് 12 യൂറോ 13 യൂറോ ഒക്കെയാണ് പേ. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ജോബാണോ, ഇപ്പോൾ ഒരു ടാക്സി ഓടിക്കൽ ജോബാണോ, അല്ലെങ്കിൽ ഊബർ ഈറ്റ്സിന്റെ ഡെലിവറി ആണോ, അല്ലെങ്കിൽ ഒരു ടാക്സി ഡ്രൈവറായിട്ട് നിങ്ങൾ പോവുകയാണോ, അങ്ങനത്തെ ഒരു ജോലിയൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിയർലി 20 യൂറോ 22 യൂറോ 21 യൂറോ ഒക്കെ പേ കിട്ടും. മാത്രമല്ല ഇപ്പൊ ഒരു ഫുൾ ടൈം ജോലിക്കാണെങ്കിലും വളരെ ബെനിഫിറ്റ് അതാണ്. ഫുൾ ടൈം ജോലി ചില ജോലിക്ക് എന്തായാലും ലൈസൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഫീൽഡ് ഓഫ് ജോബിൽ എന്തായാലും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് ശ്രീരാജിന്റെ ഫീൽഡ് എന്നുള്ളത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് എന്റെ ഫീൽഡിൽ എന്തായാലും റിക്വയർമെന്റ് കുറച്ച് അങ്ങനത്തെ ഓൺസൈറ്റ് ജോബ്സിനൊക്കെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈസൻസ്. അത് നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ലൈസൻസിനെ പറ്റി ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ എന്നോട് വെച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത്രയ്ക്കുള്ള ഈ വീഡിയോ. ഇനി നമുക്ക് പ്രാക്ടിക്കൽ ലേണേഴ്സ് അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അല്ലേ? ഇരുട്ടായി തുടങ്ങി, ഇവിടെ ലൈറ്റ് ഒക്കെ പോയി, വീട്ടിൽ പോണം, വിശക്കുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ.